ഏത് ഭാഷയായിക്കോട്ടെ അത് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഷ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മലയാളം സംസാരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ സ്കൂളിൽ പോയിട്ടല്ല മലയാളം സംസാരിക്കാൻ പഠിച്ചത്. നമ്മൾ ജനിച്ച സമയത്ത് തന്നെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് കേട്ട്, നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ പറയുന്നത് കേട്ട് കേട്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്തതാണ്. സോ അങ്ങനെയാണ് നമുക്ക് മലയാളം വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റിയത്. സോ ഇംഗ്ലീഷിൽ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം ആ ഭാഷ കേൾക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് കേൾക്കാൻ നിങ്ങൾ എത്ര ടൈം അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല പല വിദ്യാർത്ഥികളും പല സ്റ്റുഡൻസും ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന പല സ്റ്റുഡൻസും ലിസണിങ്ങിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല. ബട്ട് അവർക്ക് ഇംഗ്ലീഷ് വളരെ ഭംഗിയായിട്ട് സംസാരിക്കാനുള്ള സ്വപ്നം തന്നെ വലിയ സ്വപ്നവും ഉണ്ടായിരിക്കും. സോ ഏറ്റവും കൂടുതൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ലിസണിങ് ഈസ് ദ കീ. Okay, if you actually want to speak or if you want to achieve excellent confidence in this language. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ചെവി കേൾക്കാത്തവർക്ക് ഒരു ഭാഷയും സംസാരിക്കാൻ പറ്റില്ല. അവരെന്തെങ്കിലും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ചെയ്യുക. പക്ഷെ കണ്ണ് കാണാത്തവർ സംസാരിക്കുന്നുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ ചെവി നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എന്നിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളത് കേൾക്കുന്നത് വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് സംസാരിക്കുക എന്നൊരു ഇൻറ്റൻഷനോടെ ആയിരിക്കില്ല നിങ്ങളത് കേൾക്കുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക, അതിൻ്റെ പോയിൻറ്റ്സുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അത് എക്സാം പേപ്പറിൽ എഴുതുക, എന്നിട്ട് മാർക്ക് വാങ്ങുക. അത് മാത്രമായിരിക്കും നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ. പക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത്, മലയാളം പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഒരു പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്ന രീതിയിലല്ല നമ്മളത് കേട്ടത്. നമുക്ക് അച്ഛനും അമ്മയോട് തിരിച്ച് സംസാരിക്കണം എന്നൊരു ഇൻറ്റൻഷൻ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കുന്ന സമയത്ത് ആ ഒരു ഇൻറ്റൻഷൻ, എനിക്ക് സംസാരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയായിരിക്കണം ഈ ലിസണിങ് ഉണ്ടായിരിക്കേണ്ടത്. സോ നിങ്ങളെപ്പോലെ ഒരു സമയത്ത് ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ലിസണിങ്ങിനായിരുന്നു. ക്രിക്കറ്റ് കമൻട്രി അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാർസിൻ്റെ ഇൻ്റർവ്യൂസ്, ഇതൊക്കെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ക്രിക്കറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതിലുള്ള റൂൾസൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ടും പ്ലെയേഴ്സിൻ്റെ നെയിം അറിയുന്നത് കൊണ്ടും ഇപ്പോൾ 6-4 ഒക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നത് കൊണ്ടും അവർ പറയുന്ന സെൻറ്റൻസുകൾ മനസ്സിലാക്കാൻ താരതമ്യേന കുറച്ചുകൂടി ഈസി ആയിരുന്നു. പിന്നെ വേർഡ്സുകൾ അറിഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ സംസാരിക്കില്ല. നമ്മൾ ഇംഗ്ലീഷ് കേൾക്കുന്ന സമയത്ത് ആ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ക്രിക്കറ്റിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമൻട്രി ഒക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച സെൻറ്റൻസാണ്, ഇഫ് ഇന്ത്യ ഹാഡ് വോൺ ദി ടോസ് വി വുഡ് ഹാവ് ബാറ്റഡ് ഫസ്റ്റ്. അപ്പോൾ അവിടെ ഈ വേർഡ്സുകളൊക്കെ എനിക്കറിയാം, പക്ഷേ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ പ്രോപ്പറായിട്ട് അറിയില്ലെങ്കിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ അറിയില്ലെങ്കിൽ നിങ്ങൾ അതറിയുന്നവരോട് ചോദിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമർ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കണം. എന്നിട്ട് ലിസണിങ്ങിന് എത്ര കണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുമോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. And you can see the massive changes in your speaking skills.